ഇന്നേ ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. നല്ല മഴയാണ് ഇവിടെ, നാട്ടിലും മഴയാണെന്ന് പറയുന്നത്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇത് നമ്മളൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നെയ്മീൻ പോലത്തെ ഒരു മീനാണ് കേട്ടോ, ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ മീനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ മീനിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഉപ്പ്, ഒരു സ്പൂണോളം മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ ഇങ്ങനെ പുരട്ടി വെക്കണം. ഇത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലും ഒരു മീനിൻ്റെ ഫ്രൈ എന്തെങ്കിലുമൊക്കെ കാണും. എല്ലാ ദിവസമൊന്നുമില്ല, നമ്മളിങ്ങനെയാണ് കേട്ടോ. എവിടെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയ്ക്കാണ് കേട്ടോ ഇന്ന് കറി വയ്ക്കുന്നത്. ഇത് നമ്മൾ പരിപ്പൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിലയായിരുന്നു, പക്ഷെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ പരിപ്പൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല ഇഷ്ടമുള്ള ഒരൈറ്റമാണ് മുരിങ്ങയ്ക്ക. ചില ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ രാത്രി ഭക്ഷണത്തിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തോരനൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കങ്ങനെ ഹെവി ആയിട്ട് തോന്നില്ല. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വിശപ്പൊന്നും സഹിക്കാൻ പറ്റുന്നവരല്ല. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിലും ചോറ് വളരെ കുറച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി ഇത് ഇന്ന് ചട്ടി കൊണ്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളൊക്കെ ചട്ടിയിലിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം ഉപ്പ്, പിന്നെ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേകാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പ് ചേർത്തിട്ടാണ്. പക്ഷെ പരിപ്പില്ലാതെ നമുക്ക് രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് വേകട്ടെ. പിന്നെ ഇനി പയറാണ് ഇന്ന് നമ്മൾ തോരൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും പയറും കൂടെ ഇട്ടിട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പയറാണ് കേട്ടോ, മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പയറാണ്. നമ്മൾ ഈ വീഡിയോകളല്ലാതെ തന്നെ ഒത്തിരി ഓണം റെസിപ്പീസ്, ഓണം സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കുറച്ച് മുന്നേ നമ്മൾ ഓണായാലും വിഷു ആയാലൊക്കെ നമ്മൾ റെസിപ്പീസ് ഇടാറുണ്ട്. പച്ചടി, കിച്ചടി, പായസം എന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ മുന്നേ തന്നെ ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികളൊക്കെയാണ് കേട്ടോ ആദ്യം മുതലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റും കൂടെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം. നമ്മൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നാട്ടിൽ മഴ ആണ്, പിന്നെ മണ്ണിടിച്ചിലോ എല്ലാം നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇവിടെ മഴയുണ്ടെങ്കിലും അത്ര കാഠിന്യമില്ല കേട്ടോ അവിടുത്തെ നാട്ടിലത്ര. അപ്പോൾ ഞാൻ ഇത് വീണ്ടും ഒരു ചട്ടി വേറെ വെച്ചിട്ടുണ്ട്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ, ചട്ടിയെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് ചട്ടി വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു 5 അല്ലി ചെറിയ ഉള്ളിയും, ഒരു 5-10 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു പച്ചമുളക് കീറിയതും, ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങയൊന്നും അതിലരച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ പയറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ കറി വെച്ചെടുക്കുമ്പോൾ നമ്മൾ നാടൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അധികം മസാലകളൊന്നും ഉണ്ടാവില്ല. ഞാൻ നോൺ വെജിൻ്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഇതുപോലെയുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ അപ്പോൾ 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ല ആവിയിൽ കിടന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ റെസിപ്പിയാണ് ഇത് കേട്ടോ. അതുപോലെ കുടഞ്ഞു കൊടുത്താൽ മതി. ഒരു 3 കൈപ്പിടിയിൽ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നവിടെ വെള്ളം നന്നായി വറ്റട്ടെ. ഇനി ബാക്കി വേറൊരു സ്റ്റൗ
ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടായി വെച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ റെസിപ്പി എല്ലാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നാടൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടോ എന്നാണ് നോക്കാറ്. വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനെല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നായി വരട്ടെ. പിന്നെ നമുക്ക് കറിക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്കും നല്ല വിലയാണ് ഇവിടെ കേട്ടോ. ഞാൻ വരുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ടെങ്കിലും ഇത് പക്ഷേ നാട്ടിലെ തേങ്ങയല്ല, ഇവിടെ കിട്ടുന്ന തേങ്ങയാണ്. അപ്പോൾ തേങ്ങയുടെ വെള്ളം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ ലാവിഷ് ആക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ അപ്പത്തിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കും. തേങ്ങ അരച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊരിയുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാജി ഉപ്പേരി ആയിട്ടുണ്ട്. ഇത് വളരെ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വരെ ചോറിൻ്റെ കൂടെ ഉടച്ചെല്ലാം കൊടുക്കാം കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ടാവും. ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അപ്പോഴേക്കും ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ പരിപ്പൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങ ഒന്ന് ഇച്ചിരി കൂടി നിൽക്കണം. അതുകൊണ്ടാണ് അരമുറി എടുത്തിട്ടുള്ളത്. ഒരു 1/4 സ്പൂണോളം ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളപ്പോഴേക്കും നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങക്കോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉടഞ്ഞ് പോകണ്ട. നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ കട്ടിയായിട്ടും ഉണ്ടാവില്ല, ഒത്തിരി ലൂസായിട്ടും ഉണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. പരിപ്പിടാതെ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന മുരിങ്ങക്കായ കൊണ്ടുള്ള കറി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ അതാ ഫ്രൈ ആയതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ മീൻ കോരി മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് മുറിച്ച് തരുന്നതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും അത്ര അറിയില്ല. എനിക്ക് കൊണ്ടു തരുമ്പോഴാണ് എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ നമ്മളിനി ആ കറി ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉലുവ സ്കിപ്പ് ചെയ്യരുത്. ഉലുവ നമ്മൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ചെറിയ ഉള്ളി മുറിച്ചിടുക ഒന്നും തന്നെ ചെയ്യേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉച്ചയൂണിനോ ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ പറ്റും കേട്ടോ. രാത്രി നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കറി ഞാനിവിടെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കണം. അപ്പോൾ ചട്ടിയിലൊന്നും അങ്ങനെ എപ്പോഴൊന്നും നമ്മൾ ചട്ടി എടുക്കാറില്ല. മീൻകറിയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 തവണയാണ് മീൻകറി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. നാടൻ ഉച്ചയൂണ് തോരനത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. നമുക്ക് പരിപ്പ് വേണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഉച്ചയൂണ് അതുപോലെ നാടൻ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ചോറ് വയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.